രാവിലെ തന്നെ ഉറക്കത്തു നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് അമ്മ പറഞ്ഞു, ഇന്ന് ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും മരുന്ന് വാങ്ങേണ്ട ദിവസമാണ്, എനിക്ക് പോകാൻ സമയമില്ല, നീ പോയി അത് വാങ്ങിക്കൊണ്ട് തരാൻ വേണ്ടി. അനിയത്തീൻ്റെ വാവേൻ്റെ പേര് വിളി ആയതിൻ്റെ തിരക്കാണ് അമ്മക്ക്. എന്തായാലും ഞാൻ തന്നെ പോണ്ടി വരുമെന്നറിയാം. അത് കാരണം കുളിക്ക വരെ ചെയ്യാണ്ട് ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ ഇറങ്ങി. ടാറ്റാ. അങ്ങനെ ഒരു മൂഡും ഇല്ലാണ്ട് പേരാവൂരേക്ക് ഇറങ്ങുകയാണിന്ന്. ഓരോ ദിവസവും പേരാവൂർ പോകാൻ ഓരോ കാരണങ്ങളുണ്ടാവും. മഴക്കാലമൊക്കെ ആകുമ്പോൾ കത്തിക്കുന്ന ഒരു തരം ഒരു മരത്തിൻ്റെ കായാണ് കേട്ടോ ഇത്. മുമ്പേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഈ ഒരു കായ കാണിക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ ഉള്ളിലൊരു വിത്ത് ഉണ്ടാവും കേട്ടോ, അതിൻ്റെ പരിപ്പ് കഴിക്കാറുണ്ട്. ഇതിങ്ങനെ ചാക്കിൽ പിറക്കി സൂക്ഷിക്കും. ഈ മരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. അങ്ങനെ ബസ് കയറാൻ വേണ്ടി റൂട്ടിലോട്ടെത്തി. അധികം നിൽക്കേണ്ടി വന്നില്ല, എനിക്കൊരു ഓട്ടോ കിട്ടി. ഇതാണ് നമ്മളെ കല്ലുമുതിരക്കുന്ന് പള്ളി. അങ്ങനെ പേരാവൂരെത്തി നോക്കുമ്പോൾ ഒരു കട പോലും തുറന്നിട്ടില്ല. ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അമ്മയാണെങ്കിൽ കുറേ ലിസ്റ്റ് തന്നിട്ടുണ്ട്. പുസ്തകമൊക്കെ അടിയിൽ വെച്ചിട്ട് വന്നിട്ട് സാധനം വാങ്ങാനൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ്. ഒരു മനുഷ്യന്മാരില്ലല്ലോ, ഒരു കടയും തുറന്നിട്ടില്ല. ഇത്രയും നേരത്തെ വന്നതിൻ്റെ ഉദ്ദേശം പെട്ടെന്ന് ഒഴിവാകാൻ പറ്റുമല്ലോ, ഇത്രയും പെട്ടെന്ന് ഷോപ്പിലെത്താലോ എന്ന് കരുതിയിട്ടാണ്. ഇനി ആ ഡോക്ടറെ വായിലിരിക്കുന്ന ഞാൻ എങ്ങനെ കേൾക്കണമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ തവണ അമ്മേൻ്റെ ഗുളിക വാങ്ങിയത് ഞാനാണ്, ഈ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ. അപ്പോൾ അത് മാസത്തിൽ ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങാൻ. ഈ അമ്മ എന്നെ പറഞ്ഞു വിട്ടിട്ട് അറിയില്ല, എനിക്കിനി മരുന്ന് തരുമോയെന്നും അറിയില്ല. ഷുഗറിനും പ്രഷറിൻ്റെയൊക്കെ മരുന്ന് കൊടുക്കുന്നത് സെപ്പറേറ്റ് ഒരു സ്ഥലത്താണ് കേട്ടോ. കുറേ അമ്മമ്മമാരും കുറേ അച്ചാച്ചന്മാരും ഒക്കെ ഉണ്ടാവും. ഇതാണ് എൻ്റെ അമ്മേൻ്റെ പുസ്തകം. ഇതിങ്ങനെ ഒരു അട്ടിയിൽ വെക്കുകയോ ചെയ്യാം. എല്ലാം കഴിഞ്ഞിട്ടപ്പം ഞാൻ വീട്ടിലെത്തും. എൻ്റെ ദൈവമേ, ഇവിടെ നോക്കുമ്പോൾ വലിയ